സോ ഹായ് ഈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോവുകയാണ്. അപ്ഡേറ്റിലൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു മാസ്ക് കൂടെ ആഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങളെ ഏകദേശം 3 മാസ്ക് ഞാൻ കാണിച്ചായിരുന്നു. ഇനി ഞാൻ ഒരു മാസ്ക് കൂടെ കാണിച്ചു തരാം. അതൊരു കിടിലം പോലത്തെ ഐറ്റമാണ്. ഈ അത് നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഏതാണ് ആ മാസ്ക് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ ഞാൻ ന്യൂ ആയിട്ടുള്ളൊരു ഹൗസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹൗസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാനായിട്ട് പറ്റുന്നതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടിക്കുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും ഈ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഒരു ട്രക്ക് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്രക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ആയിട്ടുള്ളൊരു ബോട്ട് ആടാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഹൗസ് നൈസ് ആയിട്ടുള്ളൊരു ഹൗസാണ്. ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും. അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. ഈ ഒരു വീട് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കാണെങ്കിൽ ഒരു ലിങ്ക് വേണം. ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഗൈസ്. എന്തായാലും ഈ ഒരു ഹൗസിൻ്റെ ലിങ്ക് നിങ്ങൾ നേരെ വാട്സപ്പ് ചാനലിൽ വന്ന് ജോയിൻ ആകുക. ജോയിൻ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് എടുക്കാനായിട്ട് പറ്റും. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് വാട്സപ്പ് ചാനലിൽ ജോയിൻ ആകുക. എന്നിട്ട് അവിടെ നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഞാൻ പറയുന്ന സ്റ്റെപ്സ് അതേപോലെ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഗൈസ് ഞാൻ ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറാം. ബാക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്യണം. ഈ സെറ്റിങ്സിൽ പോവുക. അതിന് മുമ്പ് ഈ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങളൊന്നും സേവ് ചെയ്യാത്തതായിരിക്കണം. ഞാനാണെങ്കിൽ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ 10 സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം. ഞാനാണെങ്കിൽ ഈ ഒരു സ്ലോട്ടിൽ തന്നെ വേറൊരു സാധനം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അത് എന്തുവാണെന്ന്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട്. ഗെയിമിൽ കയറിയിട്ട് കുറച്ച് ഫ്രണ്ടോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മേളിലായിട്ട് ഒരു ഐറ്റം ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് പറ്റും. പ്രോപ്സ് വെച്ച് ചെയ്തതാണ് ഈ ഒരു ഐറ്റം. നമ്മുടെ ഗെയിമിൽ ഞാൻ നേരത്തെ ആഡ് ആക്കിയതാണ്. പണ്ടെപ്പോഴും ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചാനലൊക്കെ പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കാര്യം വിടുക. എന്തായാലും നമ്മൾ ആഡ് ആക്കാൻ വന്നത് ഹൗസിൻ്റെ കാര്യമാണ്. ഹൗസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നേരെ പോയിട്ട് നിങ്ങൾ നെറ്റ് ഓൺ ആക്കണമെങ്കിൽ നെറ്റ് നിങ്ങൾക്ക് വൈഫൈ ആണെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യാം. വൈഫൈ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോകാം. ഞാൻ ആദ്യം എൻ്റെ നെറ്റ് ഓൺ ആകട്ടെ. എന്തായാലും എനിക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സിമ്മ് കിടപ്പില്ല. അത് കാരണം ഞാനൊരു വൈഫൈ ആണ് കണക്ട് ചെയ്യുന്നത്. എന്തായാലും ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്തിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷൻ പോവുക. ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നെറ്റ് ഓൺ ആക്കിയിട്ട് മാത്രമേ പേസ്റ്റ് ചെയ്യാവുള്ളൂ. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫയൽ ലോഡാണെന്നും പറഞ്ഞ് വരുന്നതായിരിക്കും. എന്തായാലും ഈ സീന് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല. നെറ്റ് ഓഫാക്കി വെക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടാമത് ഗെയിമിൽ കയറുമ്പോൾ ചുമ്മാ ആഡ് കയറി വന്നുകൊണ്ടിരിക്കും. അത് കാരണം നെറ്റ് ഓഫ് ആക്കുക. നെറ്റ് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടെ ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് വരിക. എന്തായാലും ഇവിടെ ആയിട്ട് ഞാൻ പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹൗസ് ഇരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോകാം. കാരണം ആ ഒരു ഹൗസിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല. ഞാനാണെങ്കിൽ ആദ്യം കുറച്ച് കറങ്ങിയായിരുന്നു. പിന്നെയാണ് ഹൗസിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്. എന്തായാലും ഈ ഒരു വഴി എല്ലാവർക്കും പരിചയമായിരിക്കും. എന്തായാലും ഈ വഴി നേരെ സ്ട്രെയിറ്റ് പോവുക. എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു റോഡ് നേരെ സ്ട്രെയിറ്റ് പോകണമെങ്കിൽ നമ്മുടെ റാമ്പൊക്കെ ഇരിക്കുന്ന അവിടെയില്ലേ, അവിടെ ആയിട്ടാണ് ഈ ഒരു ഹൗസ് വന്നിരിക്കുന്നത്. പ്രോപ്സ് വെച്ചാണ് ഈ ഹൗസ് ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ഗീസ്. എന്തായാലും ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകാം. കുറച്ച് ലോങ് പോകണം ഗീസ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഹൗസിൻ്റെ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. ഈ ഒരു സൈഡിലായിട്ട് ആണ് ഹൗസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലോങ്ങിൽ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. അത്യാവശ്യം വലിയൊരു ഹൗസാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റൂട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഹൗസ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിട്ട് അവിടെ നിന്ന് ഈ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്തായാലും ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ കൂട്ടുകാരും നെറ്റ് ഓൺ ആക്കിയിരിക്കണം. എന്നിട്ട് പേസ്റ്റ് ചെയ്ത് അത് ലോഡായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിമിൽ കയറിയാൽ മതി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഹൗസ് നിങ്ങളുടെ ഗെയിമിൽ കിട്ടുന്നതായിരിക്കും. അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. ഈ അകത്ത് കയറിയൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നതാണ് ഇതിൻ്റെ അകത്തൊക്കെ. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പ്രോപ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമുണ്ട്. അങ്ങനെ കുറേയധികം ഐറ്റംസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് പ്രോപ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്.
എന്തായാലും ഗൈസ് ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കുക. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗൈസ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു മാസ്ക് ആടാനായിട്ട് പോകുന്നുണ്ടെന്ന്. ഏകദേശം 3 മാസ്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 മാസ്ക് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ വേറൊരു മാസ്കിൻ്റെ കൂടെ ലീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര കൂട്ടുകാർ ഈ ഒരു മാസ്ക് കണ്ടതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ സ്ക്രീനിൽ വെക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ ആയിരിക്കും ആ മാസ്ക് വരാനായിട്ട് പോകുന്നത്. എത്ര കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നൈസ് ആയിട്ടുള്ളൊരു മാസ്കാണ്. എനിക്ക് നമ്മുടെ എലിഫൻറ്റിൻ്റെ മാസ്കിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാസ്കാണ്. ഈ ഒരു മാസ്ക് വരുമോയെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ നമുക്ക് ലീക്കായിട്ട് കിട്ടിയതാണ്. വരുമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഒരു മാസ്ക് ഇട്ട് കളിക്കുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അടിപൊളിയായിരിക്കും. ഈ വീഡിയോ ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഈ ഒരു മാസ്ക് ഒക്കെ ഇട്ട് കളിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല പല വോയിസ് ഓവറൊക്കെ കൊടുക്കാം. പിന്നെ കളിക്കുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മാസ്ക് ഒക്കെ ഇട്ട് കളിക്കുമ്പം എലിഫൻറ്റിൻ്റെ മാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡൈനോസറിൻ്റെ കുഞ്ഞിൻ്റെ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു മാസ്കും വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു മാസ്കാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുമല്ലാതെ നമ്മുടെ ഗെയിമിലേക്ക് വേറൊരു ഐറ്റം കൂടെ ആഡാക്കുന്നുണ്ട്. കുറേ കൂട്ടുകാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഗെയിമിലാണ് ഇപ്പോൾ ഒരു ബോട്ടുണ്ട്, പക്ഷേ ആ ഒരു ബോട്ട് ഇഷ്ടമല്ലാത്ത കുറേ കൂട്ടുകാരുണ്ട്. എനിക്കും ആ ഒരു ബോട്ട് ഇഷ്ടമല്ല ഗീസ്. എനിക്കാണെങ്കിൽ ആ ഒരു ബോട്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം നമ്മുടെ വേറൊരു ബോട്ട് ആഡാക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതൊരു സ്പീഡ് ബോട്ടോ എന്തോ ഇതിന് പറയും ഗീസ്, എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല. എന്തായാലും ഞാൻ സ്ക്രീനിൽ വെക്കാം. ഈ ഒരു ഐറ്റം വരാനായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് വരുന്നതെന്നും എനിക്ക് ചെറിയൊരു ലീക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴാണെങ്കിലും നമുക്ക് 3002 അടിക്കുമ്പോഴെങ്ങാണ്ടാണ് ഇത് കിട്ടുന്നതെന്നാണ് നമുക്ക് ലീക്കായിട്ട് കിട്ടിയത്. പക്ഷേ ഇത് കൺഫേം അല്ല. ജസ്റ്റ് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ വരുവാണെങ്കിലോ, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ എല്ലാ കൂട്ടുകാരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ GTA 5 മോഡിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ GTA 5 മോഡ് ആയിട്ടല്ല വരാനായിട്ട് പോകുന്നതെന്ന് ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞാണ്. നമ്മുടെ PC മോഡായിരിക്കും വരാനായിട്ട് പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ കണ്ടു കാണും. ഞാൻ 4ാമത്തെ പിക്ക്, താഴത്തെ 2ാമത്തെ പിക്ക് ഞാൻ വെച്ചിരിക്കുന്നത് PC മോഡ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതിൻ്റെ ഒരു പിക്കാണ്. അപ്പോൾ ഈ ആ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. നമ്മുടെ ഗെയിമിലേക്ക് PC മോഡ് വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം കുറേ കൂട്ടുകാർ GTA 5 ആഗ്രഹിച്ച് നമ്മുടെ ഡെവലപ്പറിൻ്റെ അടിക്ക് മെസ്സേജ് അയക്കുന്ന കാരണം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് PC മോഡെങ്കിലും കൊണ്ടുവന്നേക്കാന്ന് ഡെവലപ്പറിന് മാനസാന്തരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പോൾ ആടാക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം എപ്പോൾ ആടാക്കുമെന്ന്. പിന്നെ നമ്മൾ ബോട്ടിൻ്റെ കാര്യം സംസാരിച്ചു. ബോട്ടാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് സാധനം. എന്തായാലും അതൊക്കെ വരുവാണെങ്കിൽ കത്തും നമ്മുടെ ഗെയിം. ഇപ്പോഴുള്ള ബോട്ടും അതുപോലെ തന്നെ ആ ഒരു ബോട്ടും ആഡാക്കുവാണെങ്കിൽ കൊള്ളാമായിരിക്കും. ചിലപ്പോൾ ഇപ്പോഴുള്ള ഒരു ബോട്ട് റിമൂവ് ആക്കിയിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കുന്നത്. എന്തായാലും ഈ 2 ഉള്ളതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്കിത് റിമൂവ് ആക്കിയിട്ട് കൊണ്ടുവരുന്നതാണോ അതോ ഇത് ഒറ്റയടിക്ക് 2 എണ്ണമായിട്ട് കൊണ്ടുവരുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഞാൻ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യാൻ പറയും, പക്ഷേ ആരും അവരുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാറില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്തായാലും ഈ ആ ഒരു ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഒരു ചെറിയ 10 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടെന്ന് പറഞ്ഞ ഒരു നഷ്ടവും വരാനില്ല. പക്ഷേ ആ ഒരു വീഡിയോയിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും ഗൈസ്. ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അടുത്ത വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ ലീക്കായിരിക്കാം അത്. ജസ്റ്റ് നിങ്ങൾ കണ്ടിരിക്കും ഇതിലേതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കാം ചിലപ്പോൾ അടുത്ത വരാനായിട്ട് പോകുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ബ്രോ നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ ലോറി വരാനായിട്ട് പോകുന്നുണ്ടെന്ന്. എന്തായാലും ഈ ടാങ്കർ ലോറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ടാങ്കർ ലോറി വരാനായിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ പിക്ക് ഞാനൊന്ന് സ്ക്രീനിൽ വെക്കാം. ഈ ഒരു മോഡലായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ടാങ്കർ ലോറി വരാനായിട്ട് പോകുന്നത്. ഇതൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നൈസായിട്ടുള്ളൊരു ലോറിയാണ് ഗൈസ്. എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. വെള്ളം കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കൊണ്ടുപോകാൻ ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്തുനിന്ന് ഇരുന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ പുറത്തുനിന്നാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എവിടെ നിന്നാണെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ജില്ലയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഖത്തറിലോ ദുബായിലോ എവിടെയാണെങ്കിലോ ആ ഒരു പ്ലേസിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം. കമൻറ്റ് ചെയ്യാൻ പറയുമെങ്കിലും ആരും കമൻറ്റ് ചെയ്യാറില്ല. ഞാൻ ഒരു വീഡിയോ തന്നെ ഒരു 100 വട്ടമെങ്കിലും കമൻറ്റ് പറഞ്ഞാലേ ഒരാൾ ഒരു വട്ടമെങ്കിലും കമൻറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഈ മെയിനായിട്ടുള്ളൊരു വിഷയം.
നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ നമ്മുടെ ലോറിയും അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ബോട്ടും പിന്നെ നമ്മുടെ ആ ഒരു മാസ്ക് ആണ് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഇനി കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ആരും കമൻറ്റ് ചെയ്യത്തില്ലെന്ന് അറിയാം. ഞാൻ കുറേ അധികം ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളാരും ചെയ്യത്തില്ല, എല്ലാ വീഡിയോസിലും 1-2 പേര് കമൻറ്റ് ചെയ്താൽ ചെയ്തു. പിന്നെ ലിങ്ക് മറക്കാതെ നിങ്ങൾ കോപ്പി ചെയ്യുക, അതിനു വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെൻ്റെ വാട്സപ്പ് ചാനലിലാണ്. എല്ലാ കൂട്ടുകാരും ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിട്ട് അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഹൗസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ അടുത്തൊരു വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.